ഗസയിലെ സൈനിക ആക്രമണം അവസാനിപ്പിച്ച് ഉപരോധം നീക്കിയില്ല എങ്കിൽ ഇസ്രായേലിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യുകെയും ഫ്രാൻസും കാനഡയും. മുനമ്പിലെ സൈനിക വിന്യാസം ഇസ്രായേൽ ഇരട്ടിയാക്കുന്നതിനിടെയാണ് ലോകരാജ്യങ്ങളുടെ പുതിയ ഇടപെടൽ. അതിനിടെ ഇസ്രായേലുമായുള്ള വ്യാപാര കരാർ യുകെ അവസാനിപ്പിച്ചിട്ടുമുണ്ട്. ഇസ്രായേൽ സൈനിക പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനെ ശക്തമായി എതിർക്കുന്നുവെന്നും ഗസയിലെ മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ അസഹനീയമാണെന്നും യുകെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണി എന്നിവർ തിങ്കളാഴ്ച പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. വെസ്റ്റ് ബാങ്കിലെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിച്ചതിനെയും നേതാക്കൾ അപലപിക്കുന്നുണ്ട്. മാർച്ച് മുതൽ ഭക്ഷണം, ഇന്ധനം, മെഡിക്കൽ സഹായം എന്നിവ തടഞ്ഞു വച്ചിരിക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കാത്തതാണെന്നും മൂന്ന് നേതാക്കളും പറഞ്ഞിരുന്നു. തിങ്കളാഴ്ച അനുവദിച്ച ചുരുക്കം ട്രക്കുകളിലെ സഹായം പര്യാപ്തമല്ല എന്നും അവർ വിമർശിക്കുന്നുണ്ട്. ഇസ്രായേൽ അതിക്രൂരമായ നടപടികൾ തുടരുന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ നിന്ന് തങ്ങൾക്ക് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്നും നേതാക്കൾ പറയുന്നു. ഇസ്രായേൽ ധനമന്ത്രി ബെസ്ലേൽ സ്മോട്രിച്ച് അടക്കമുള്ള ഇസ്രായേൽ മന്ത്രിമാർ ഫലസ്തീനികളെ ഗസയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നത് അപമാനകരമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. നിർബന്ധിത കുടിയിറക്കൽ നിയമവിരുദ്ധമാണെന്നതിനും നേതാക്കൾ അടിവരയിടുന്നുണ്ട്. ഈ മൂന്ന് രാജ്യങ്ങൾക്കും ചെയ്യാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം ഇസ്രായേലിന്റെ മേൽ ആയുധ ഉപരോധം ഏർപ്പെടുത്തുക എന്നതാണെന്നാണ് യുകെയിലെ ഫലസ്തീൻ അംബാസിഡർ ഹുസാം സുംലോട്ട് പറയുന്നത്. ചില ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ യുകെ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത് പര്യാപ്തമല്ല. പൂർണ്ണവും സമഗ്രവുമായ നടപടികളാണ് വേണ്ടതെന്നും ഹുസാം സുംലോട്ട് ചൂണ്ടിക്കാട്ടുന്നു. അന്താരാഷ്ട്ര സഖ്യകക്ഷികളുടെ സമ്മർദ്ദം മൂലം ഇസ്രായേൽ ഉപരോധം തുടരുന്ന ഗസ മുനമ്പിലേക്ക് ഏതാനും സഹായ വിതരണ ട്രക്കുകൾ നെതന്യാഹു അനുവദിച്ചിരുന്നു. ഏകദേശം 3 മാസത്തിനിടെ ആദ്യമായിട്ടായിരുന്നു മാനുഷിക സഹായം കടത്തിവിട്ടത്. 9 സഹായ ട്രക്കുകൾ ഇസ്രായേൽ അധികൃതർ അനുവദിച്ചതായി ഐക്യരാഷ്ട്രസഭ സഹമേധാവി ടോം ഫ്ലെച്ചർ തിങ്കളാഴ്ച പറയുകയും ചെയ്തു. ദിനംപ്രതി വഷളായിക്കൊണ്ടിരിക്കുന്ന മാനുഷിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് അതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും സമുദ്രത്തിലെ ഒരു തുള്ളിയായി മാത്രമേ അതിനെ കണക്കാക്കാനാകൂ എന്നുമാണ് ടോം ഫ്ലെച്ചർ കൂട്ടിച്ചേർത്തത്. 2023 ഒക്ടോബറിൽ അധിനിവേശം ആരംഭിക്കുന്നതിന് മുൻപ് ഗസയിൽ ദിവസേന 500-ലധികം ട്രക്കുകളാണ് പ്രവേശിച്ചിരുന്നത്. യുദ്ധായുധമായി ഇസ്രായേൽ പട്ടിണി ഉപയോഗിക്കുന്നുവെന്ന ആരോപണങ്ങൾക്കിടയിൽ വരാനിരിക്കുന്ന ക്ഷാമത്തെക്കുറിച്ച് ഭക്ഷ്യസുരക്ഷാ വിദഗ്ധർ കഴിഞ്ഞ ആഴ്ചയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിലെ അവസ്ഥ തുടർന്നാൽ അടുത്ത 2 ദിവസത്തിനുള്ളിൽ 14,000 കുഞ്ഞുങ്ങൾ ഗസയിൽ കൊല്ലപ്പെടുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇസ്രായേൽ തുടങ്ങിയ യുദ്ധം ഇപ്പോൾ ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും കഠിനമായ മനുഷ്യാവകാശ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ നിരന്തരം മുന്നറിയിപ്പ് നൽകിയിട്ടും വിജയം കാണാതെ പിന്മാറില്ല എന്ന് തന്നെയാണ് നെതന്യാഹു ആവർത്തിക്കുന്നത്. യുകെ, ഫ്രാൻസ്, കാനഡ എന്നിവയുൾപ്പെടെ 23 രാജ്യങ്ങൾ ഗസയിലേക്ക് സഹായം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിൽ മാനുഷിക സഹായം ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും അവർ പറയുന്നു. മാർച്ച് 2-ന് ശേഷം 326 പേരാണ് ഗസയിൽ ഭക്ഷ്യക്ഷാമം മൂലം കൊല്ലപ്പെട്ടത്. ലോകം ഇസ്രായേൽ ഭരണകൂടത്തിനുമേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമങ്ങൾ തുടരുമ്പോഴും സൈന്യം സ്ട്രിപ്പിലുടനീളം മാരകമായ ആക്രമണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്.